എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? കുറേ ദിവസമായി ഒരു വീഡിയോയുമായി വന്നിട്ട് അല്ലേ? എല്ലാവരും വേനലിന്റെ ചൂടിലും നോമ്പിന്റെ ക്ഷീണത്തിലും ഒക്കെ ആയിരിക്കും അല്ലേ? എന്നാൽ ഇന്ന് നമുക്ക് നല്ല കുളിരുള്ള സുന്ദരമായ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? ഈ കാണുന്നത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ കണ്ട നാടുകാണിച്ചുരമാണ്. മനോഹരമായ ഈ ചുരവും കടന്ന് കുറേ ദൂരം മുമ്പോട്ട് പോയാൽ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തെത്തും. നീലഗിരി കുന്നുകളുടെ റാണി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഊട്ടിയിൽ. ഊട്ടിയുടെ വിശേഷമൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതായിരിക്കും. എന്നാൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പതിവായി കാണുന്ന ആ ഊട്ടി കാഴ്ചകളല്ല, അല്പം വ്യത്യസ്തമായ ചില കാഴ്ചകളാണ്. ഈ കാണുന്നതാണ് ഊട്ടിയിലെ പൈൻമര കാട്. നല്ല ശാന്തമായ ഒരു സ്ഥലമാട്ടോ ഇത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് ഊട്ടിയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കാണ്. പട്ടണത്തിലെ സൗന്ദര്യത്തിന്റെ അപ്പുറം എന്തൊക്കെ കാഴ്ചകളായിരിക്കും ഗ്രാമങ്ങളിൽ ഉണ്ടാകുക എന്ന കൗതുകത്തിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ആ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. ഭൂരിഭാഗം ആളുകളും കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങൾ മുഴുവനും മനോഹരമായ കൃഷിയുടെ കാഴ്ചകളാണ്. ഊട്ടിയിലെ തെരുവോരങ്ങളിൽ വിൽപ്പനക്ക് വെച്ചിരിക്കുന്ന മിക്ക പഴങ്ങളും പച്ചക്കറികളും പൂക്കളും എല്ലാം ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഊട്ടിയിലെ പ്രധാന കൃഷിയായ കാരറ്റിന്റെ കാഴ്ചകളാണ്. ഇത് കണ്ടോ, നല്ല ഫ്രഷായി പറിച്ചെടുത്ത കാരറ്റ് ആണ്. എന്ത് ടേസ്റ്റ് ആണെന്നോ ഇതിങ്ങനെ കഴിക്കാൻ. മിക്കവാറും എല്ലാ വീട്ടിലുമുണ്ട് ഒരു കുഞ്ഞി കാരറ്റ് കൃഷിയെങ്കിലും. ഈ ഉൾനാടൻ വഴികളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇനിയും ഒരുപാട് വിഭവങ്ങൾ കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കാണുന്ന റാഡിഷിന്റെ തോട്ടമാണ്. ഇദ്ദേഹം ഇവിടെ തോട്ടം നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് റാഡിഷ് ആണെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. മറ്റൊരു മനോഹരമായ കാഴ്ച കാണണോ? നിങ്ങൾ ഈ വാടാമല്ലിപ്പൂ കണ്ടിട്ടുണ്ടോ? മാസങ്ങളോളം കേടുവരാതിരിക്കുന്ന ഒരു പൂവാണ് ഈ വാടാമല്ലിപ്പൂ. ഈ ഗ്രാമങ്ങളിലെ വഴി അരികിലെല്ലാം ഈ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു പൂത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുന്നായിരിക്കും ഇവ കൂട്ടമായി പറിച്ചെടുത്ത് കൊട്ടയിലാക്കി വിൽക്കാൻ കൊണ്ടുവരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ? ഈ കാണുന്നത് മറ്റൊരു കൃഷിയാണ്. പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ചോദിച്ച് മനസ്സിലാക്കാൻ അവിടെ ആരെയും കണ്ടതില്ല. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിന്റെ പേര് സ്വീറ്റ് അലീസം എന്നാണ്
ചെടിയും കായും എല്ലാം ഉപയോഗിക്കും അത്രേ. ഇതും പൂത്തു നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു കൊച്ചു തോട്ടമാണ്. ഇതിന്റെ പേരെന്താണെന്നോ എന്തിനു വേണ്ടി കൃഷി ചെയ്യുന്നതാണെന്നോ എന്തും ഒരു പിടി കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇനി കാണുന്നത് നമ്മുടെ കാബേജിന്റെ തോട്ടമാണ്. ഇതു പിന്നെ നമ്മുടെ നാട്ടിലും ചെറുതായിട്ട് കൃഷിയൊന്ന് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല വെയിലുള്ള തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിലും നല്ല തണുപ്പുമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ വിളകളൊക്കെ ഇവിടെ നന്നായി ഉണ്ടാകുന്നത്. ഈ തോട്ടത്തിൽ കോളിഫ്ലവറും ബ്രോക്കോളിയും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എല്ലാം ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇവയുടെ എല്ലാം ഇലകളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാ. ഈ പച്ചപ്പാട കാണാനും നല്ല ഭംഗിയില്ലേ? ഇനി കാണുന്നത് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാത്ത എന്നാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വെളുത്തുള്ളിയുടെ തോട്ടമാണ്. ഇങ്ങനെയാണ് വെളുത്തുള്ളിയുടെ ചെടി ഉണ്ടാകുക. ഇതും വിളവെടുക്കാൻ പാകമായിട്ടില്ല. ഈ തോട്ടങ്ങളുടെ ഒക്കെ നടുക്ക് കൊച്ചു കൊച്ചു കിണറുകൾ ഉണ്ട് കേട്ടോ. ഗ്രാമത്തിലെ ആളുകൾ ഓരോ കൃഷിപ്പണികൾ എടുത്ത് തോട്ടത്തിൽ നിൽക്കുന്നത് കണ്ടില്ലേ? ഇത് വീണ്ടും ഒരു റാഡിഷിന്റെ തോട്ടമാണ്. വ്യത്യസ്തമായ ഊട്ടിയിലെ ഗ്രാമകാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായാൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. ഈ ഗ്രാമകാഴ്ചകളും കഴിഞ്ഞ് ഊട്ടിയിലെ മറ്റു മനോഹരമായ കാഴ്ചകളും ഊട്ടിയുടെ ചരിത്രവും മറ്റു വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.